അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണ്. ഒരു റൂം മേക്ക് ഓവറാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിന് ബിഫോർ ആയിട്ടുള്ളൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ക്ലിപ്പാണ് ഇപ്പം നിങ്ങളെ ഞാൻ കാണിച്ചത്. ഇപ്പോൾ ഞാൻ റൂം മേക്ക് ഓവർ ചെയ്യാനായിട്ട് കുറച്ച് പ്രൊഡക്ട്സ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ റൂം മേക്ക് ഓവർ ചെയ്യാനായിട്ട് ഇതുപോലത്തെ കുറച്ച് വോൾ പോസ്റ്റേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് പിൻട്രസ്റ്റിൻ്റെ ആപ്പിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിട്ടാണ്. അവിടെ മിക്ക ഫോട്ടോയിൽ ഇതുപോലത്തെ വോൾ പോസ്റ്റേഴ്സ് ഉണ്ട്. ഈ കോർണറിൽ വെക്കാം എന്നുള്ള പ്ലാനിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം ആ സൈഡിൽ വെക്കുവാണെങ്കിൽ അവിടെ കുറച്ച് ഓൾറെഡി ഒരു സ്റ്റിക്കേഴ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ നല്ലൊരു അടിപൊളി ഐറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഐറ്റമാണ്. നമുക്ക് നല്ല ഫോട്ടോസൊക്കെ ഇതിനുള്ളത്. അപ്പം ഇതൊക്കെ നമുക്ക് റൂം മേക്ക് ഓവർ ചെയ്യാനായിട്ട് ഞാൻ മേടിച്ചതാണ്. അപ്പം ഇതാണ് ഫസ്റ്റ് ഐറ്റം. സെക്കൻഡ് ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ലീഫാണ്. ഇത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ലീഫാണ്. ഇത് നല്ലൊരു അടിപൊളി ഐറ്റം ആട്ടോ. നല്ല ഇതൊരു 160 ആ ഒരു റേറ്റിനാണ് ഞാൻ മേടിച്ചത്. ഇത് ഞാനെല്ലാം മേടിക്കുന്നത് മീഷോയിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് മീഷോ കയറിയിട്ട് ഇതുപോലത്തെ ലീഫ്സ് അല്ലെങ്കിൽ റൂം ഡെക്കോർ ഐറ്റംസ് അടിച്ചു കൊടുത്താൽ ഞാൻ മേടിച്ച എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് അതിന് കാണാൻ പറ്റും കേട്ടോ. നിങ്ങൾ ഓൺലൈൻ വഴി അല്ലെങ്കിൽ GPay ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വില കുറഞ്ഞ് കിട്ടും. ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ അതിന് കുറച്ചും കൂടെ വില കൂടുതലായിരിക്കും കേട്ടോ. ഇപ്പോൾ 180 ആണെങ്കിൽ 215 ആ റേറ്റിനൊക്കെ വരും ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ. ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ നോർമൽ പറഞ്ഞ റേറ്റ് തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു ഐറ്റമാണ്, നല്ല ലെങ്ത്തുള്ള ഐറ്റമാണ്. ഇപ്പോൾ ഞാനത് ചുരുട്ടി വെച്ചേക്കുന്നുണ്ടാണ് ലെങ്ത്ത് കാണിക്കാത്തത്. സംഭവം അടിപൊളിയാണ്. റൂമൊക്കെ ചെയ്യണമെങ്കിൽ സൂപ്പറായിരിക്കും. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് റൂമിനല്ല ജേർണൽ ചെയ്യാനായിട്ടും ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ ഇട്ട് അടിപൊളിയായിട്ടാണ് വാഷി ടൈപ്പ്. ഇതിനെപ്പറ്റി ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല, കാരണം ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്നതൊക്കെ ആയിട്ടുള്ള ഐറ്റമാണ്. ഞാനിങ്ങനെ കുറേ വീഡിയോസ് കാണുന്ന റൂം മേക്ക് ഓവർ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ റൂം നന്നായിട്ടൊന്ന് മേക്ക് ഓവർ ചെയ്യണമെന്ന്. അപ്പം അതിന് പറ്റിയ ഐറ്റമാണ്. ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് വോൾ ഫിക്സ് ചെയ്യാനാണല്ലോ, അടിപൊളിയായിരിക്കും. ഇത് 3 180 സംതിങ്ങിനാണ് ഞാൻ മേടിച്ചത്. അപ്പം ഇത് ഒരെണ്ണം സ്റ്റാർ തീം, ഒരെണ്ണം ഹാർട്ട് തീം, ഒരെണ്ണം ഇങ്ങനെ പ്രിൻസ് ലീഫിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയൊക്കെ പ്രിൻ്റ് വരുന്ന കുറച്ച് തീമാട്ടോ. ഈ 3 ഇതെന്ന് പറയുന്നത് നാനോ ടേപ്പ് അല്ല, ഡബിൾ സൈഡ് ടേപ്പാണ്. നിങ്ങൾക്ക് മീഷോയിൽ നാനോ ടേപ്പ് അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് അത് അടിച്ചു കൊടുത്താൽ സാധാരണ ഡബിൾ സൈഡും കിട്ടും, ഇതുപോലത്തെ ഡബിൾ സൈഡ് ടേപ്പും കിട്ടും. ഞാൻ ഇത്തിരി സ്പീഡിലാണ് പറയുന്നത്, അതെന്നാന്ന് എനിക്കും അറിയില്ല. എല്ലാവരും പറയും ഞാൻ ഭയങ്കര സ്പീഡിലാണ് സംസാരിക്കുന്നത്, അതെന്തോന്ന് എനിക്കും അറിയത്തില്ല. ഞാൻ സ്ലോ ആക്കാൻ ശ്രമിക്കും, ബട്ട് അതെനിക്ക് കൺട്രോള് ആവുന്നൊരു ഐറ്റം അല്ല. ഇത് പറഞ്ഞാൽ ആണിയൊക്കെ വോളിൽ അടിക്കാതെ തന്നെ നമുക്ക് നന്നായിട്ട് പോസ്റ്റേഴ്സ് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ വോളിൽ ഫിക്സ് ചെയ്യാനാണെങ്കിൽ ഈ ഒരു ടേപ്പ് മതിയാവും. ഇത് നാനോ ടേപ്പാണ്, ഇതിൻ്റെ കുഞ്ഞ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഡബിൾ സൈഡ് ടേപ്പായിട്ട് യൂസ് ചെയ്യാം. നാനോ ടേപ്പ് മറ്റേ ബബിളൊക്കെ വീർപ്പിക്കുന്നത് അതുമായിട്ട് യൂസ് ചെയ്യാം. ഇതൊക്കെ ഒരു ടൈം ഭയങ്കര ട്രെൻഡിങ് ആയിരുന്ന സംഭവമായിരുന്നു. എനിക്ക് അന്നും മേടിക്കാൻ പറ്റിയില്ല. ട്രെൻഡൊക്കെ കഴിഞ്ഞ് ഒരു വിധമായപ്പോഴാണ് എനിക്കിത് കിട്ടുന്നത്. ഇത് വോൾ പോസ്റ്ററിൻ്റെ കൂടെ കിട്ടിയ ഒരു ടേപ്പാണ് ഇത് ഫിക്സ് ചെയ്യാനായിട്ട്. ഇത് ഡബിൾ സൈഡ് ടേപ്പാണ്. ഇത് ഫിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ വൈറ്റ് പേര് ചെയ്യുമ്പോഴത്തേക്കും ടേപ്പ് അവിടെ തന്നെ ഉണ്ടാവും. അത് നമുക്ക് ഇതിലേക്ക് നല്ല നീറ്റായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. വോളിന് പ്രശ്നമൊന്നും ഉണ്ടാവുന്നതല്ല. ഈ ടേപ്പ് ഒന്ന് യൂസ് ചെയ്തിട്ട് പീൽ ചെയ്യുമ്പോഴത്തേക്കും വോളിനൊന്നും യാതൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. നമുക്ക് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് വരുമ്പോഴത്തേക്കും വോളിക്ക് സേഫ് ആയിരിക്കും. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഞാൻ ക്രാഫ്റ്റിന് വേണ്ടി മേടിച്ചതാണ്. ഇതൊക്കെ ഒരു സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലത്തെ കുറേ വീഡിയോസ് വരുന്നുണ്ട്. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് പൈപ്പ് ക്ലീനേഴ്സാണ്. പുറകെ എനിക്ക് അസിസ്റ്റൻ്റ് ഉണ്ട് ഓരോ സാധനം എടുത്തു തരാനായിട്ട്. ഇത് ഞാൻ ഓൺലൈനിൽ ഒരു സെയിൽ അല്ലെങ്കിൽ ഓഫർ വന്നപ്പോൾ മേടിച്ചതാണ്. പക്ഷേ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന പോലത്തെ കളർ, ഒരു പേസ്റ്റൽ കളറാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിൽ കുറച്ചൊരു വേസ്റ്റ് കളർ പോലെ ആയിപ്പോയി. ഭയങ്കര ഓറഞ്ച്, ഗ്രീന്, ഡാർക്ക് ബ്ലൂ ഒക്കെ കളറാണ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതെല്ലാം കൂടി ഒരു 160 റുപ്പീസ് അതിൻ്റെ അകത്ത് വരുന്ന റേറ്റാണ് കേട്ടോ. പിന്നെ അതിനുള്ള ഒരു കണ്ണുണ്ടല്ലോ, യെസ്, ഇതാണ് എനിക്ക് അതിൻ്റെ ഇവിടെ ആകെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം എന്ന് പറയുന്നത്. നല്ല കുഞ്ഞു കണ്ണ്, നല്ല ക്യൂട്ട് കണ്ണ്. പിന്നെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഒരു വൈറ്റ് ബോർഡ് സ്റ്റിക്കറാണ്. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷോർട്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ഞാൻ പുറത്ത് പോയപ്പോഴത്തേക്കും ആൻറ്റീനെ ഏറ്റവും കൂടെ പൊട്ടിച്ച് കയ്യിലെടുത്തു. അപ്പം എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഒരു വൈറ്റ് ബോർഡ് മാത്രം യൂസ് ചെയ്യുന്ന മാർക്കറും അത് എറൈസ് ചെയ്യാനുള്ള ഏറ്റവും കൂടി ഇതിൽ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ സ്റ്റിക്കർ. ഞാൻ പൊട്ടിച്ചിട്ടൊന്നുമില്ല, പാക്കിംഗ് ഒക്കെയുണ്ട്. നല്ല കട്ടിയുള്ള ഐറ്റമാണ് ഇത്. എനിക്കൊരു 87 സംതിങ്ങിനാണ്. 100ൻ്റെ അകത്താണെന്ന് ചോദിച്ചാൽ തോന്നി, കുറച്ച് ഓർക്കുന്നില്ല. ഇത്രയും ഐറ്റംസ് ഉള്ളൂ.
നമുക്ക് വോൾ ഫിക്സ് ചെയ്താലോ? സന്തോഷമായിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ എനിക്ക് ഈ ലീഫ് ഒക്കെ ഒന്ന് ഫിക്സ് ചെയ്യണമെന്നുണ്ട്. അപ്പം ഞാനിത് ഏത് സൈഡിൽ ഫിക്സ് ചെയ്യുന്ന കൺഫ്യൂഷനിലാണ്. ഇവിടെ എനിക്ക് ഈ ഒരു എൻഡിൽ എനിക്ക് ഫിക്സ് ചെയ്യണമെന്നില്ല. പക്ഷെ ഞാൻ ഇവിടെ ഈ ഒരു സ്റ്റിക്കർ യൂസ് ചെയ്തതുകൊണ്ട്, പക്ഷേ ഈ സ്റ്റിക്കർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ മീഷോയിൽ തന്നെയാണ് യൂസ് ചെയ്തത്, അല്ല മേടിച്ചത്. ഇത് വാൾപേപ്പർ അല്ലെങ്കിൽ വാൾ സ്റ്റിക്കർ എന്നൊക്കെ അടിച്ചു കൊടുത്ത ഈ സാധനം കിട്ടും. ഇതിൻ്റെ ഒരുപാട് മോഡലുണ്ട്. ഒരെണ്ണം ഒരു മരവും ചെടികളൊക്കെ ഉള്ളത് താഴെ ഒട്ടിച്ചിട്ടുണ്ട്. എനിക്ക് കാണിച്ചു തരാം. പക്ഷെ അത് ഒരു വർഷം മുമ്പ് ഒട്ടിച്ചതായതുകൊണ്ട് ഇച്ചിരി ഒരു മെസ്സായിപ്പോയി. അപ്പം ഇതും ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഒരു ലീഫ് അല്ലെങ്കിൽ ബട്ടർഫ്ലൈസ് ഞാൻ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടൊക്കെയാണ്. അതുകൊണ്ട് ആ സൈഡിൽ ഇനി ഒട്ടിച്ചാൽ കുറച്ചും കൂടി ഭയങ്കര ഒരു തിക്കി തിരഞ്ഞ ഒരവസ്ഥയായിരിക്കും. ഏത് കോർണറിൽ ഫിക്സ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. എൻ്റെ സ്റ്റഡി ടേബിൾ താഴെ ഇരുന്ന ടേബിളൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. ഞാൻ 36 തന്നെ നിൽക്കുവാണ്. ഒരു അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയിലാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഏത് സൈഡിലോട്ട് ലീഫ് ഫിക്സ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഒരു 12 പീസ് വരുന്ന ലീഫാണ്. നല്ല നെക്കാണ്. പക്ഷെ അത് കുടുങ്ങിപ്പോയി. കുരുങ്ങിയിരിക്കും. ഉണ്ടോ? അവിടെയൊക്കെ കുരുങ്ങിപ്പോയി. അയച്ചെടുക്കുമ്പോൾ കിട്ടും. പക്ഷെ എന്നാലും അതേ ലെങ്ത്തും താഴോട്ട് ഇനിയും. ഈ ലീഫാണ് ഫസ്റ്റ് ഫിക്സ് ചെയ്തത്. ഞാനത് ടേപ്പ് വെച്ച് ഒട്ടിക്കണോ അതോ ഹുക്കിൽ കൊളുത്തണോ? ടേപ്പ് വെച്ച് ഒട്ടിക്കാം. ആ സൈഡിൽ ഫിക്സ് ചെയ്തിട്ട് അവിടെ തന്നെ ബോർഡ് പോസ്റ്റർ ഒട്ടിക്കാന്ന് വെച്ചാൽ അത് ഇവിടെ ഫിക്സ് ചെയ്യണം. ഇതിനിങ്ങനെ ചെയ്യലോ. പക്ഷെ അത് കവറായി പോകും. അപ്പോൾ നമുക്ക് ഇത് ആ സൈഡിൽ തന്നെ ചെയ്യാം. നമ്മൾ ഈ ഒരു സൈഡിലെ കോർണറാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ ഒരു റാപ്പിങ്ങിന് കൊടുത്തിട്ടുണ്ട്. ഗോൾഡൻ കളറിൽ അത് ഗോകുരി കത്രയുണ്ടോ? അവേ അനീതി എൻ്റെ കൂടെ ഉണ്ട്. ഇങ്ങനെ കിട്ടി. ഇവിടെ ഒരു എല്ലാം ചുറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഫോൺ താരച്ചാണ് വെച്ചേക്കുന്നത്. ഫസ്റ്റ് കുറഞ്ഞെങ്കിൽ എടുത്തു. ഞാൻ വലിച്ചു പൊട്ടിച്ച് കീർക്കും. സൂക്ഷിച്ചെടുക്കാം. ഇത് അങ്ങനെ ഒന്നും പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ലൈറ്റ് വരാൻ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഒരെണ്ണമായിട്ട് കിട്ടി. ഇതിങ്ങനെ തൂക്കിയിടുന്നു. അയ്യോ എന്ത് ഭംഗിയാ നോക്കിയേ. അയ്യോ ഭയങ്കര ഇഷ്ടമായി. ഇത് ചെയ്യാം. അപ്പം ഞാൻ ഇതിൻ്റെ പൊക്കത്ത് കയറിയാൽ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. TV സ്റ്റാൻഡ് ആയിരുന്നു. ഞാനിത് ഇവിടെ കൊണ്ടുപോയി വെച്ചു. യെസ്, കുറച്ചുകൂടെ ഹൈറ്റ് കൂട്ടണം. ഈ ഒരു കോർണറിലായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഡബിൾ സെറ്റ് ആയിട്ട് എടുക്കുന്നതിന് മുമ്പ് ഇത് ഒരെണ്ണം എങ്ങനെ ഫിക്സ് ചെയ്ത് നമുക്ക് നോക്കാം. ഈ ഒരു ലീഫ് നമുക്കിത് ഇവിടെ ഇങ്ങനെ കൊടുത്താൽ ഇവിടെ ഒരു കർട്ടൻ ഉണ്ട്, കാണിച്ചു തരാം. ഈ കർട്ടൻ്റെ നമുക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ലാസ്റ്റ് ഇതിൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയാണെന്ന് കറക്റ്റ് കാണിച്ചു തരാം. ഞാനിത് വീടിങ്ങനെ കൊളുത്തുന്നുണ്ട്. റാപ്പ് ചെയ്ത് കൊടുക്കാം. അയ്യോ തണുപ്പുമല്ലോ. ഇവിടെ ഇങ്ങനെ കൊളുത്തുന്നുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് ഇപ്പം നമുക്ക് ഓക്കെ. ചുമ്മാ വീടാ പോരല്ലോ. ഒന്ന് ഒട്ടിക്കുകയും കൂടി വേണം. നമ്മളിതിങ്ങനെ എടുത്ത് നമ്മളിത് ഇവിടെ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോകണം? ഈശ്വരാ, ചെറിയൊരു പേടി. ഇത് ഈ സൈഡിലേക്ക് ഇത് ഇങ്ങനെ ചെയ്യണോ? ഇങ്ങനെ പൊട്ടിച്ചത് വരെ മതി. ഇവിടെ പിടിക്കണേ. ഇത് ഞാൻ ഇത്തിരി ഡേഞ്ചർ ആയിട്ടുള്ള രീതിയിലാണ് ഫോൺ വെച്ചേക്കുന്നത്. എങ്ങാണ്ട് താഴെ പോയ അമ്മേനെ തീർത്തോളി. നമുക്കിത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനത് ഈ സൈഡിൽ ഇങ്ങനെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് തീരം ഫസ്റ്റ് ടേക്ക് വേണം. ആലോചിക്കാം. ഫോൺ ഷേക്ക് ചെയ്തത് ക്യാമറമാൻ ഇത്തിരി മോശമാണ്. സോറി പ്ലീസ്. ചക്കരയല്ലേ, പൊന്നല്ലേ. വീഡിയോ എടുക്കുന്നുണ്ട്. ഫൈൻ സോപ്പാണ്. നിങ്ങൾ ആരും വിശ്വസിക്കരുത്. ഈ കത്രിക അത് ശരിയല്ല. നമുക്ക് കട്ടൻ്റെ മട ഫിക്സ് ചെയ്യും. പക്ഷേ കുറച്ച് പോയാലും ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നു. അതിൻ്റെ ഫ്രണ്ടിലെ കവർ അങ്ങ് പിരിയും.
ഇതിങ്ങനെ അത് അവിടെ ഇരുന്നോളും. അയ്യോ, ഞാൻ ആദ്യമായിട്ട് റൂം മേക്കറൊക്കെ ചെയ്യുന്നത്. ഈ മേശയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നവരാണ്ട് ഇതൊക്കെ നിർമ്മിച്ച് ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഇങ്ങനെ അടിപൊളി കേട്ടോ. ഇത് ശരിക്കും ചെയ്യാനൊരു ബ്ലേഡാണ് നല്ലത്. കത്രയെ വെക്കുമ്പോൾ ഇത് അതിൻ്റെ തൊട്ടിപ്പോ കത്രിയാണ് ശരിയല്ല. ഇങ്ങനെ വലിഞ്ഞു വരും. ഇത്തിരി എടുക്കുന്നു. ഈ സൈഡിൽ ഈ ഒരു ലീഫ് ഇവിടെ ഞാൻ വെച്ചു. വാട്ട് എ വണ്ടർഫുൾ ക്രിയേറ്റിവിറ്റി. നമുക്ക് ഇതുപോലെ തന്നെ ഓരോന്നും എടുത്ത് ഇങ്ങനെ ചെയ്യാം. ഞാൻ കുനിഞ്ഞെടുക്കുന്നതാണ് ഇങ്ങനെ കുടുക്കായി ചെയ്യും. കുറച്ചധികം കുനിയാണ്. അയ്യോ താഴെ പോവല്ലേ. അത് യൂസ് ചെയ്യുന്നത് ഇല്ല ഇല്ല ഞാൻ ചെയ്യട്ടെ. ഇപ്പൊ എടുക്കട്ടെ, ഞാൻ പിന്നെ തരാം. പിന്നെ തരാന്ന് പറഞ്ഞു. സെക്കൻഡ് ലെയർ ഉണ്ട്. 3 ലെയർ ഉണ്ട്. അത് നമുക്ക് ഇതിനെ ചുറ്റി കൊടുക്കാം. എത്രമാത്രം ശരിയാകുമെന്ന് അറിയില്ല. ആട് വരത്തില്ലെന്ന് തോന്നുന്നു. എന്നാലും ചെറുതായിട്ട് വലിയ വലിയ പേടിയില്ല. ഇങ്ങനെ അവിടെ ചിന്തിക്കുന്നു. ടേപ്പ് എന്തിയെ ചെറുതല്ല വലുത് കേട്ടോ. ഇതാണ് കുഴപ്പം. നമ്മൾ സെക്കൻഡിലെ റൊട്ടിക്കുകയാണ്. മീൻസ് ടേപ്പ് കട്ടർ പോകുന്നതിലൂടെയാണ് മറന്നു. ഈ കത്രിക യൂസ് ചെയ്യുന്നത് ചെറിയ പണിയൊന്നുമില്ല. ഈ കത്രികയിൽ ഇത് ഒട്ടിപ്പിടിക്കും. ഫ്രണ്ട്സ് ഒക്കെ ഓൾമോസ്റ്റ് കുറേ ഒട്ടിച്ചു. ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ താഴെ ഒന്ന് നോക്കിയായിരുന്നു. എനിക്ക് ഈ ഒരു ഏരിയ നല്ല ഇഷ്ടപ്പെട്ടു. ഈ സ്റ്റെമ്മായിട്ട് മാത്രം ഒട്ടിച്ച് ചിലപ്പോൾ അതെങ്കിലും പോരും. അപ്പം നമ്മളവിടെ ലീഫ് കൊണ്ട് കവർ ചെയ്യണം. അപ്പം സേഫ് ആയിരിക്കും. അതിനെ മനസ്സിലാക്കി മുൻപോട്ട് ഇതിങ്ങനെ ഓരോ സൈഡിൽ തൂക്കി കൊടുക്കും. ഓക്കെ കണ്ടോളൂ. ചായ ഉരുന്ന കപ്പ കഴിച്ചു. ഇതുവരെ ഇതിൽ കുടിക്കുമ്പോഴൊന്ന് ഫ്രഷാണ്. എൻ്റെ റൂമിൻ്റെ ഒരു പറഞ്ഞാൽ താഴെ നല്ല തണുപ്പ് കിട്ടും. പക്ഷേ ഞാൻ സെക്കൻഡ് ഫ്ലോർ ആയതുകൊണ്ട് ഭയങ്കര ചൂടെന്നൊക്കെ പറയും. രാത്രിയാണെങ്കിൽ ഞാൻ ബെഡൊക്കെ കിടന്ന് തന്നെ ഉരുകും. അത്രയും ചൂടാണ്. അതുകൊണ്ട് കിടക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ചൂടായതുകൊണ്ട് എന്നെ അത് അനുവദിക്കുന്നില്ല. ചൂടായതുകൊണ്ട് കിടക്കാൻ പാടാണ് എന്നുള്ളൊരു ടോപ്പിക് എന്നെ തീർച്ചയായിട്ടും അനുവദിക്കുന്നു. ഇതിങ്ങനെ ഒരു സ്റ്റൈൽ ഒട്ടിച്ചു കൊടുക്കണം. അത് ഇങ്ങനെ വെച്ചാൽ മതി എന്നുള്ളതാണ് എൻ്റെ കൺഫ്യൂഷൻ. ഇത് അവിടെ ഇവിടെയൊക്കെ ഒടിച്ചു കേടാവും.
ഇതൊന്ന് കുഞ്ഞിരിക്കട്ടെ. കണ്ടോ ഇപ്പം ആ ഒരു പക്ഷെ പുറമേ നോക്കിയാൽ നല്ല ഭംഗിയാണ് ഈ രീതിയിലാണ്. ചൂടുണ്ട്, കെട്ടിക്കൊടുക്കാം. ഞാൻ ഡബിൾ കട്ട് അല്ലെങ്കിൽ കട്ടിങ് കട്ട് എന്ന് പറയാം. അത് വേറെ അല്ലെങ്കിൽ ഇത് എന്തോ ഞാൻ നോക്കട്ടെ. ഒരു സൈഡിലേക്ക് ഒട്ടിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. നോക്കൂ, ഇച്ചിരി കയറിപ്പോയി, അതോടെ സംശയം. ഇതിപ്പോൾ ഞാൻ ഔട്ട് ഓഫ് ഗ്രൗണ്ടിലാണ് ചെയ്തിരിക്കുന്നത്. മാർക്കി എന്നെ കാണാവോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇത് കുറച്ചും കൂടി ഇങ്ങനെ വെക്കുന്നതായിരിക്കും നല്ലത്. ടേപ്പ് ആണോ? കത്തി മൂപ്പത്തിങ്ങനെ വരാൻ ഭയങ്കര മടിയാന്നേ. നമ്മൾ ആ മടിക്ക് വീട്ടിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഈ സൈഡ് കുറച്ച് അൽക്കോ പ്ലിക്കോ ആയിട്ടാണ് കിടക്കുന്നത്. അൽക്കോ പ്ലിക്കോ ഇതിങ്ങനെയാണ്. ഇത്ര വലിയ ഭംഗിയൊന്നുമില്ല. എന്നാലും ബാക്കി കുറേ ലീഫുണ്ട്. അതോ എനിക്കിത് അതിന് താഴെ 2-3 ഞാൻ വെച്ചിട്ടുള്ളൂ. കുറേ ലീഫുണ്ട്. അങ്ങനെ നോക്കാം. പക്ഷെ ഒരു മെയിൻ പറഞ്ഞത് ഇങ്ങനെ തൂക്കിലാണ് ഞാൻ ചെയ്യാൻ പാടില്ല. ഞാൻ കുരുക്കി വെക്കാൻ പാടില്ല. ഞാനിങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. ഓ ഈ ഇല കുരി കിടക്കുക, ഇത് കുരുക്കി കിടക്കുക. ഇയർഫോൺ ഒക്കെ കുരി കിടക്കുന്ന പോലെ ഉണ്ട്. പക്ഷെ ഇത് പിന്നെ സിമ്പിളാണ്. ഊരി എടുക്കാൻ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി. ഇത് ഇത് വേണ്ട. കത്രിക മണ്ടേ ഫ്രണ്ട്സ് ആണ്. ഞാനിത് ഏതാണ്ടൊക്കെ കവർ ചെയ്തെടുത്തു. ഇനി ഞാൻ വോൾ പോസ്റ്റർ അത് ഞാൻ എവിടെ വെക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ 2 ലീവ്സ് എടുത്ത് ഈ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. വോൾ പോസ്റ്റർ എന്നാണെങ്കിലും ആ ഒരു സൈഡിൽ ഇനി ഒട്ടിക്കാൻ പറ്റില്ല, എനിക്കത് മനസ്സിലായി. കാരണം അത്രയും സ്പേസ് ആയിട്ടുള്ളൊരു ഐറ്റം അല്ല. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ ഒട്ടിക്കാം എന്ന് എനിക്കൊരു ഇമാജിൻ തോന്നുന്നു. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ഒരു വരച്ചിരിക്കുന്ന ബോക്സ് കണ്ടോ? ഈ ഒരു ബോക്സിൽ 2-3 വോൾ പോസ്റ്റർ ഞാനിപ്പോൾ ഒട്ടിക്കാൻ പോവാം. അപ്പം ഇത്രയും പോസ്റ്റേഴ്സിൽ ഞാൻ ഏത് ഒട്ടിക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ എൻ്റെ കാതെനിക്കത്തില്ല. ഈ 4 പോസ്റ്റേഴ്സ് ഒട്ടിക്കുന്നത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത്. ഈ 4 പോസ്റ്റേഴ്സാണ് ഞാൻ ഒട്ടിക്കാൻ പോകുന്നത്. നമുക്ക് ഒട്ടിക്കണമെങ്കിൽ ഇതിൻ്റെതായ ടേപ്പ് വേണം, അത് നമുക്ക് എടുക്കണം. ഇത് യെസ് നമുക്കിത് ഈ ബോക്സ് ആവത്തെങ്ങനെ ഉയർത്താം. അല്ല, ഒട്ടിക്കാം. ഫസ്റ്റ് വൺ ഞാൻ ഇത് ഒട്ടിക്കാനാണ് വിചാരിക്കുന്നത്. ഇത് സൈസ് റബ്ബർ അല്ലെങ്കിൽ പേപ്പർ ടേപ്പാണ്, കൈ കൊണ്ട് കയറാനുള്ളത്. കത്രയും എടുത്ത് തന്നെ നമ്മൾ മെഷീൻ ആക്കി. ഞാൻ ഇതുപോലെ ഒരു ടേപ്പ് എടുത്തു, മുറിച്ചു. ഇതിൻ്റെ ബാക്കിലായിട്ട് ഞാൻ മുറിച്ച് കൊടുക്കുകയാണെ. ബാക്കിലായിട്ട് മുറിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു പേപ്പർ നമുക്കിങ്ങനെ പീൽ ചെയ്ത് കളയാം. സ്റ്റിക്കറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒട്ടിച്ചു. യെസ്,
അങ്ങനെ വോളിന് ആദ്യമായിട്ട് ഒട്ടിച്ച വോൾ പോസ്റ്ററാണിത്. തന്നിട്ടുണ്ട് പറഞ്ഞു പോകാൻ. നെക്സ്റ്റ് ഒട്ടിക്കാൻ പോകുന്നത് ഇതാണ്. ഇതിന് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു റോസിൻ്റെ ഒരു പ്രിൻ്റൊക്കെ വരുന്ന അടിപൊളിയാണ്. അടിപൊളിയായിട്ടുള്ള പോസ്റ്ററാണ്. ഞാനിതിങ്ങനെ നാളെ ഒട്ടിക്കാൻ പറ്റുമോ എനിക്കറിയില്ല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ടേപ്പ് ഉള്ളത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ പുറകെ വേറെ ടേപ്പ് മേടിക്കേണ്ടി വരും. ഇത് എനിക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയ ടേപ്പാണ്. ഇനി ഇവിടെ അയ്യോ ഇതൊന്നു വരെ ഇത് ഇവിടെ യൂസ് മൂന്നെണ്ണമേ ഓട്ടം ആ തോട്ടത്തിനായി. അങ്ങനെ മൂന്നെണ്ണം ഒട്ടിച്ചു. ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇനി ഇത് മൂന്നെണ്ണം ഇത് നമുക്ക് ഫ്രെയിം ചെയ്താൽ ഇപ്പം മൂന്നെണ്ണം ഞാൻ അറ്റ് ലാസ്റ്റ് ഫ്രെയിം ഒട്ടിച്ചു. ഇനി ബാക്കിയുള്ളത് എവിടെ എങ്ങനെ ഒട്ടിക്കുന്നുള്ള യാതൊരു കൺഫ്യൂഷൻ ആണ്. എനിക്കൊരു കോർണറില്ല. ഇതാണ് ഷാരോള വലിയ കോർണറിൽ ഞാനിത് അവിടെ ഒട്ടിച്ച് കഴിഞ്ഞു. ആ ലീഫൊക്കെ നമ്മൾ ഒട്ടിച്ചിട്ട് അവിടെ. പിന്നെ ഇവിടെ ഒട്ടിക്കണം നല്ലതായിരിക്കും. ബട്ട് ഭയങ്കര മെസ്സായിട്ട് ആ ഒരു ഏരിയ ഭയങ്കര ഇവിടെ ഒട്ടിക്കണം എങ്ങനെ ഒട്ടിക്കണം. ഇവിടെ ഞാൻ ഫ്രെയിം ഒട്ടിക്കാന്നാണ് കരുതിയത്. ബട്ട് നോക്കാം. ഞാൻ എന്ത് എന്താ മിണ്ടാത്തത് വെച്ചാൽ എനിക്ക് മിണ്ടാന്ന് കിട്ടുന്നില്ല. ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുക. നമുക്ക് എല്ലാ സൈഡിൽ നിന്ന് കുറച്ച് പോസ്റ്റ് ഭയങ്കര ഭംഗിയുള്ള ലൈസയിൽ ഒട്ടിച്ചാൽ അവിടെ എന്ത് ഒട്ടിക്കും. ഇനിയും കുറച്ചുള്ളൂ. ഇവിടെ ഇതുകൊണ്ട് ലാസ്റ്റ് ടക്കാണ് കിട്ടില്ല. ബാക്കിയെല്ലാം നമുക്ക് ഒരു കോർണർ ഒട്ടിക്കാം. കുറച്ചല്ല കുറേ കോഴ്സസ് ഉണ്ട്. ഞാനിപ്പോ റൂം വൃത്തിയാക്കുന്നതിന്റെ കാരണം ഈ ടേപ്പിന്റെ ഒക്കെ ബാലൻസ് വരും. അപ്പൊ വീണ്ടും വൃത്തിയാക്കേണ്ടത് പച്ചപ്പണിയല്ലേ നല്ലത്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലവറാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ലവ് പോസ്റ്ററാണ്. ഭയങ്കര ഇഷ്ടം. ഇത് മടക്കി ഫസ്റ്റ് ഈ ലവ് പോസ്റ്റർ തരുന്നു. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട പോസ്റ്റർ. എന്നെ കാണാൻ ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒട്ടിക്കാം.
ഇതിനെ ഇടിച്ച് ഇതിനെ വിഷമിപ്പിക്കുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് സാധാരണ ഒരു വാൾപേപ്പർ പോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ കാണാമോ? ഞാൻ ക്യാമറ തിരിച്ച് വെച്ചിരിക്കുന്നത് എനിക്ക് കാണാൻ എനിക്ക് അറിയില്ല. ഡ്രസ് കൊടുക്കണം അല്ലെങ്കിൽ ഇത് നോക്കിക്ക് നല്ല ക്യൂട്ടായിട്ടുള്ളത്. എന്ത് രസം ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കുന്ന സമ്മതിക്കണേ. നമ്മളൊക്കെ തയങ്ങത്തിരുന്നാലും ഇതുപോലെ ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര പാടാണ്. അത് അത്ര നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് കൂടെ ആയിരിക്കണം. നല്ല ക്യൂട്ടായിട്ടുള്ള ക്ലൗഡ്. കുറേ കിറ്റീസ് നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് നോക്കാം. രണ്ടെണ്ണം ഇരിപ്പുണ്ടോ എനിക്ക് ഓർമ്മയില്ല. ഇതെല്ലാവർക്കും കാണാം. എനിക്ക് ഭയങ്കര ആഗ്രഹം റൂം വന്നിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് ലൈറ്റ്സ് ഫിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. എനിക്ക് പ്ലഗ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് വിശ്വസിച്ച് വെയിറ്റ് വെച്ചിട്ടാണ്. എന്താണെന്ന് അറിയില്ല. ഈ ബെഡ്ഷീറ്റ് മാറ്റി എല്ലാം സെറ്റ്. ഹായ് പൂക്കി. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അത് ഞാൻ പറയുന്നില്ല ആരാന്ന്. ആളുടെ മെയിൻ ഒരു ചിഹ്നമാണ് ഇതുപോലത്തെ റിബൺസ്. ഓ ഓ ഓ അതാരാന്ന് ഞാൻ പറയില്ല. ചിലപ്പോൾ കണ്ടു ബാക്കി എൻ്റെ ചാനൽ ഏതൊന്നും അറിയത്തില്ല. അത് വേറെ. എന്നാലും എങ്ങനെയെങ്കിലും ഇത് കണ്ടാൽ പിന്നെ കോസ്റ്റേഴ്സ് ഒന്നും തീരുന്നില്ല കേട്ടോ. ഒത്തിരി ഉണ്ട്. ഞാൻ ഈ സൈഡിലെ കോസ്റ്റ്യൂം ഫിൽ ചെയ്ത് എല്ലാ സൈഡും കാണിച്ചു കാണാതിരിക്കുന്നുണ്ട്. എല്ലാ സൈഡും ചെയ്ത് കഴിഞ്ഞിട്ട് പ്രോപ്പറായിട്ട് കാണിച്ചു. ഈ പറഞ്ഞത് എന്നെ കാണാവുന്ന പോലും വരാൻ ഭയങ്കര മടി. അപ്പോൾ നമ്മൾ പഠിച്ചു ക്യാമറ കൊണ്ടുവന്നു. എൻ്റെ കാര്യമാണ് പറയാൻ. നോക്കട്ടെ ക്യാമറ ഓഫാണെങ്കിൽ. അല്ലല്ല ക്യാമറ ഓണാണ്. ക്യാമറ ഓണാണ്. കറക്റ്റ് ആംഗിൾ വെക്കട്ടെ.
ഈ ഫ്ലവേഴ്സ് ഒക്കെ ഞാൻ ലേഡീസ് സ്റ്റോർ തന്നെ മേടിച്ചത്. പാറ്റേൺ നിങ്ങൾ ഈ പാറ്റേൺ ഉള്ളവരാണെങ്കിൽ പാറ്റേൺ ലുലു ലേഡീസ് സ്റ്റോർ തന്നെ മേടിച്ചത്. അല്ലാത്ത സാധാരണ ലേഡീസ് സ്റ്റോറിലാണ് കിട്ടും ആയിരിക്കും. പക്ഷേ ഈ ഏജിലുള്ളവർക്കൊക്കെ കിട്ടും. അവിടെ മിക്ക ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് ഈ പശ, ഞാൻ ഉദ്ദേശിക്കുന്ന പശ ഉള്ളത് എനിക്കറിയത്തില്ല, ബട്ട് സാധാരണ കൂടെ ആണെങ്കിൽ പശ ഒത്തിരി ഐറ്റംസ് ഒക്കെ അവിടെ കിട്ടും. പിന്നെ ക്ലേ അവർ മേടിച്ചിട്ടില്ല, അവിടുന്ന് മേടിച്ചിട്ടില്ലെന്നല്ല, ഞാൻ അതൊന്നും മേടിച്ചിട്ടില്ല ആ കടയിൽ നിന്ന്. കാരണം ക്ലേ മേടിക്കിട്ട് സമ്മതിച്ചില്ല. എല്ലാ സേവിങ് പോസ്റ്റേഴ്സ് അധികമായോ ബാക്കി സൂക്ഷിച്ചാണെങ്കിൽ എന്തിനാ മേടിച്ചതായിരിക്കും. എനിക്ക് സ്ഥലം ഇടോ എടാ, ഞാൻ വൈറ്റ് ബോർഡ് സ്റ്റിക്കർ എവിടെ ഒട്ടിക്കും? അതിന് മാത്രം ലെങ്ത് ഒന്നും അറിയില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വെട്ടിടുന്ന പോലെ നമുക്ക് ഇത് ഒട്ടിക്കാം. ഇത് പെഞ്ഞൊക്കെ അങ്ങോട്ടായിട്ട് കിടപ്പുണ്ട്. ഒട്ടിക്കാൻ പോകുന്നത് ഒരു ടേപ്പ് കൊണ്ട് സെക്യൂർ യൂസ് ചെയ്യാം. നല്ല ലെങ്ത്തുണ്ടോ? ഒന്നേ നല്ല ലെങ്ത്തുണ്ട് ഇതിന്. എനിക്ക് ഇത്രയും വേണ്ട. ഓ മൈ ഗോഡ്, ശരി പരിപാടി. എന്തോ ഭയങ്കര ലെങ്ത് ഉണ്ടോ? ഒരു ബോൾ പേപ്പറിന് അത്രയും ലെങ്ത് ഉണ്ട്. ഞാൻ മേടിക്കുന്ന ബോൾ പേപ്പർ പോലും ഇല്ല ഇത്രയും ലെങ്ത് വരുന്നതായിരുന്നു. 1 minute please. Please 1 minute. ഭയങ്കര ലെങ്ത് ഉണ്ട്. ശരിക്കും ഞാനതൊട്ട് അക്സെപ്റ്റ് ചെയ്തതല്ല. ഇതിൻ്റെ ഇത്രയും ലെങ്ത്ത് കാണുന്നു. ഞാൻ ബോർഡ് പോസ്റ്റേഴ്സ് ഒക്കെ മേടിക്കാറുണ്ട്, അതിന് പോലും ഇല്ലടാ ഇത്രയും ലെങ്ത്ത്. ശരിക്കും പറഞ്ഞൊരു വലിയ ബോർഡ് അത്രയും ലെങ്ത്ത് ഉണ്ട് ഇതിന്. ഇതെന്താണ് വേർത്താണ്. നിങ്ങൾ മേടിക്കുവാണെങ്കിൽ മേടിച്ചു കേട്ടോ. ഐ ഗ്യാരണ്ടി. നല്ല ലെങ്ത്ത് ഉണ്ടെന്ന് പറയാൻ നല്ല ലെങ്ത്ത് ഉണ്ട്. ഞാൻ നിവർത്തുന്നില്ല, കാരണം നിവർത്തിയാൽ പിന്നെ റോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. അത്ര നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരു വൈറ്റ് ബോർഡായിട്ട് യൂസ് ചെയ്താൽ വേണ്ട, അല്ലെങ്കിലും ആണ്. ഞാൻ ഉദ്ദേശിച്ചത് ഭിത്തിയിൽ ഒട്ടിക്കാൻ പറ്റിയൊരു ബോണ്ട് പേപ്പർ ഇവിടെ ഒട്ടിക്കാൻ ഓർത്ത് ഏകദേശം ഇവിടെ പോസ്റ്റർ ഒട്ടിച്ച് കുഴപ്പമില്ല. എവിടെ 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 കുറച്ച് കുറച്ചായിട്ട് എല്ലായിടത്തും ഒട്ടിച്ചാലും വേണം വൃത്തിയായി. കഴുത്തൊക്കെ ഏതാണ്ട് ഒട്ടി. എനിക്കറിയത്തില്ല അത് എവിടെ ഒട്ടിക്കുമെന്ന്. കുറേ നേരമായി. അത്രയോ ലെങ്ത്ത് കൊണ്ട് പ്രതീക്ഷ. എനിക്ക് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരുപാട് ലെങ്ത്ത് ഉണ്ടോ? തന്നെ ഒരുപാട് ലെങ്ത്ത് ഉണ്ട്. അത്രയും റോൾ ചെയ്തിട്ടുണ്ട്. അത് നോക്കാം, കുറച്ച് കട്ട് ചെയ്ത് ഒട്ടിച്ചാൽ പറയാം. പക്ഷേ കട്ട് ചെയ്യുമ്പോഴേക്ക് ഒരു ഭംഗി കിട്ടത്തില്ല. ഇത് ഫുള്ളായിട്ട് ഒട്ടിക്കാൻ പറ്റത്തില്ല. ഈ ടേബിളിലോട്ട് ചിലവ് വേണ്ട. അവസാനം ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇത് അടിപൊളിയായിരിക്കും. ഒരു കുഞ്ഞു കഷ്ണം ടേബിളിൽ ഒട്ടിക്കാം. പിന്നീട് ഇത് ഇവിടെ ഒട്ടിക്കും. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒട്ടിക്കാം കേട്ടോ. ഇവിടെ വേണമെങ്കിൽ എനിക്ക് വലിയ കഷ്ണം ഒട്ടിക്കാം. ഇവിടെ ഒട്ടിക്കാം. ഇവിടെ തന്നെ ഒട്ടിക്കാം. നമുക്ക് അതിൻ്റെ ലെങ്ത് ഒന്ന് ചെയ്ത് നോക്കാം എത്ര മാത്രം ആവശ്യമുണ്ട്. ഇവിടെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത്രയും ലെങ്തേ മതി. ഇതിങ്ങനെ
മുദ്ര കിട്ടി. നമുക്ക് കുറച്ച് ഇറക്കിയിട്ട് ഇവിടെ ഒട്ടിച്ച് അല്ല കീറ ഭയങ്കര സിമ്പിളാട്ടോ, ടഫൊന്നുമില്ല. പക്ഷെ ഇത് ചെരിഞ്ഞു പറഞ്ഞു പോകും, അതാണ് എൻ്റെ ഇത്. പിന്നെ കാണത്തില്ലല്ലേ, ഇങ്ങനെയും കാണത്തില്ല, എൻ്റെ കണ്ണ് കാണാം. ഇതിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് യെസ്, നമ്മളങ്ങനെ കീറി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ സൈഡ് മേൽക്കൊന്ന് നമുക്കിനി ഇവിടെ ഒട്ടിക്കാം. എവിടെ ഒട്ടിക്കാം? നല്ലൊരു ലെങ്ത് ഉണ്ട്, നല്ല ലെങ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റിക്കർ അതാണ് ടാസ്ക്. പൊളിച്ചൊട്ടിക്കാത്ത ചെറിയ പരിപാടി ഉണ്ട്. ഇതാണ് നമ്മൾ ചെയ്യുമ്പോൾ പൊട്ടിയാൻ പോവാം. ഇവിടെ ഇങ്ങനെ ഇങ്ങനെ എയർ ബബിൾസ് ഒന്നും വരരുത്, വന്നാൽ ഭയങ്കര ബോറായിരിക്കണം. നന്നായിട്ട് അമർത്തി അമർത്തി ശരിക്കും നല്ലൊരു നല്ലൊരു വൈറ്റ് പെയിന്റ് അടിച്ച് വെച്ചിരിക്കുന്നത് പോലെ ഉണ്ട്. സാധാരണ വോൾ പോസ്റ്റർ പോലെയല്ല, നല്ല സ്റ്റഡി ആയിട്ടിരിക്കുള്ളൂ. മാത്രമല്ല അങ്ങനെ എയർ ബബിൾസ് ഒന്നും വരുന്നില്ല. എയർ ബോക്സിൽ കിടന്ന് കൈ എൻ്റെ കൈ ഇന്നലെ ഫ്ലവറിൻ്റെ ചെയ്തതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് പൊള്ളിക്കും. സൂക്ഷിക്കാം കേട്ടോ, ഗ്ലൂ ഗൺ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും സൂക്ഷിക്കേണ്ടായി. അത് നന്നായിട്ട് നമ്മൾ കുറേ നേരം ചെയ്തിട്ട് ഇടയ്ക്ക് ഗ്ലൂ കൈകേട് വന്നിട്ടുള്ളൂ. അല്ല ചെയ്ത് അത് ചൂടാക്കി 5 മിനിറ്റ് അവിടേക്കൊന്നും കൊടുത്തില്ല. ഫുൾ ടയർഡ് അടിപൊളിയുണ്ടേ. ഒരു സെറ്റ് കൂട്ടിച്ചാലോ? ഭയങ്കര അടിപൊളി, ഭയങ്കര ഇഷ്ടമായി. ഈ ടേബിളെ ഞാൻ കുഞ്ഞ് കഷ്ടൊട്ടിക്കുന്നുണ്ട്, കാരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എഴുതി വെക്കാനായിട്ട് ടേബിളിൽ കുഞ്ഞ് കഷ്ടൊട്ടിക്കുന്നത്. ഒട്ടിച്ചിട്ടില്ല, ഒട്ടിക്കണം. ഒരെണ്ണം കൂടി വേണ്ട, തക്കാളി. നമുക്ക് ടേബിളിന് വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു കഷ്ണം എടുക്കാം. കത്തിരിക്ക നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ സൈഡൊക്കെ വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റാം. ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നില്ല. ടേബിളിൻ്റെ ഒരു സൈഡിൽ കുറച്ച് കുഞ്ഞു കഷ്ണം ഞാൻ എടുക്കുന്നുള്ളൂ. ഇത് ലെങ്ത്തിൽ കാണാം. ഇതിൻ്റെ ഇടയ്ക്ക് ലെങ്ത്തൊക്കെ എഴുതി വെച്ചിട്ട് അവിടെ കുഴപ്പമില്ല, അത് കാണാം നമ്മൾ ഏത് ലെങ്ത്തിനാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിന് 40 ഇതായിട്ട് എടുക്കുന്നത്. കുഞ്ഞു കഷ്ണം
ഹസ്ബൻഡിന് യൂസ് ചെയ്യുന്നത് സെൻറ്റർ സൈഡിലല്ല, ഒരു സെൻറ്ററും അല്ല സൈഡിലും അല്ല, അതുപോലത്തെ ഒരു ഇടയിലുള്ള ഞാൻ ഏതാണ്ട് ഈ ഒരു പ്ലേസിലൊക്കെ ആയിട്ടോട്ട് ഞാൻ പോകുന്നത്. ഇതങ്ങനെ റോളായി പോകത്തൊന്നുമില്ല. ഇവിടെ ഇതൊക്കെ മാറ്റിയിട്ട് ഇവിടെ ഈ ഒരു സൈഡിലേക്ക് ഞാൻ വെച്ചു. യെസ്, അവിടെ ഒട്ടിച്ച് കഴിഞ്ഞു. നമുക്ക് ടെസ്റ്റ് ചെയ്യണ്ടേ ഇത് ഓക്കെ ആണോ എന്ന്. ഇതാണ് ഇതിൻ്റെ കൂടെ കിട്ടിയ മാർക്കർ. നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതും. ഇത് അതിൻ്റെ കൂടെ കിട്ടിയ റൈസർ പോലത്തെ ഐറ്റമാണ്. എന്തെഴുതും? നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ ഫസ്റ്റ് എഴുതാം. ഓ, ഇത് വർക്ക് ചെയ്യില്ല. ഇത് വലുതായിട്ടൊന്നും കാണത്തില്ല, ബട്ട് എന്നാലും കുഴപ്പമില്ലാതെ കൂടെ എഴുതും. ചാനലിൻ്റെ പേര് ജസ്റ്റ്, പക്ഷെ അത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്നും തെളിയത്തില്ല കേട്ടോ. ഇതിൻ്റെ മാർക്ക് നിങ്ങൾ കടയിൽ നിന്ന് തന്നെ പോയി ഓഫ്ലൈനായിട്ട് കട തന്നെ പോയി മേടിക്കുന്നതായിരിക്കും നല്ലത്. എന്നെ കാണത്തില്ലെന്ന് തോന്നുന്നു. ഇവിടെ എവിടെയും കൂടി ഒന്ന് എൻ്റെ എടുക്കണം. ഓ, ഇത് അത്രയും ബെറ്ററായിട്ടൊന്നും വർക്ക് ചെയ്യത്തില്ല. നോക്ക്, അത്ര റൈസിന് വർക്കാവുന്നു. ഒരു നല്ല രീതിയിൽ വാങ്ങിക്കാൻ പറ്റും. ഇത് നമ്മൾ കടയിൽ തന്നെ മേടിക്കുന്നത് എന്തുകൊണ്ട് തോന്നുന്നത്. നോക്കിയിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഹായിൽ എഴുതാനാണ്. ഇത് കടയിൽ നിന്ന് തന്നെ, ഇതിൻ്റെ ഇങ്ക് കടയിൽ നിന്ന് തന്നെ പോയി മേടിക്കും. പക്ഷേ നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനാണ് ഞാൻ. ഒരു റൂം മേക്ക് ഓവർ വീഡിയോ ചെയ്തിട്ട് ഇത്രയും കൺഫ്യൂഷൻ എടുത്തിരിക്കുന്ന ആദ്യമായിട്ടാണ്. ഞാൻ ആദ്യമേ ഡെസ്ക് മേക്ക് ഓവർ അല്ലെങ്കിൽ ടേബിൾ മേക്ക് ഓവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. റൂം കുറച്ച് വൃത്തിയായി. ഐ എം ഹാപ്പി. ഞാൻ കുഞ്ഞായിപ്പോയി തോന്നുന്നു. എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത്. നമ്മുടെ ബാക്കി പ്രോസസ്സ് എല്ലാം മടക്കി വെക്കാം. ഇപ്പം ബാക്കി കുറേ ഉണ്ട്, കുറച്ചൊന്നുമല്ല, കുറേ ഉണ്ട്. അതെല്ലാം അടുത്ത് ഹേയ് ബാബി ബാർബി 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 ഇവിടെ ഇവിടെയാണ് പോകുന്നത്. കുറച്ച് ക്യൂട്ട് ആയിട്ടുള്ള പോസ് കുറേ നമുക്ക് അടിക്കും. ഇത്രയും ഉണ്ട്. എൻ്റെ ടേബിൾ ശരിക്കും പറഞ്ഞ ഒരു വുഡിൻ്റെ കളറായിരുന്നു. ഞാനത് പെയിൻ്റ് അടിച്ച് വൈറ്റായിരുന്നു. എന്താണ്ട് ഇനി വൈറ്റ് ടേബിൾ കിട്ടത്തില്ലെന്ന് എനിക്കറിയാം. സോ ഞാൻ പെയിൻ്റ് അടിച്ച് വൈറ്റാക്കി എടുത്തു. ഞാൻ ഓർത്തു ടേബിൾ അല്ലെങ്കിൽ വാൾ പോസ്റ്റർ ഒട്ടിച്ചാൽ അല്ല വാൾപേപ്പർ ഇട്ടിച്ചാൽ മതി. പക്ഷെ ഞാൻ വാൾപേപ്പർ ഒരു തവണ ഒട്ടിച്ചതാണ്. ആ ഒരു സമയത്തുള്ള ഭംഗി അല്ലാണ്ട് ഒരു ഭംഗിയില്ല. അതുകൊണ്ടെന്താ നമ്മൾ പെയിൻ്റ് അടിച്ചു. എന്തോ ഭയങ്കര മിസ്സിങ്. നല്ല ഇടിയും മഴയും പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്നില്ല, നല്ല ഇടിയും കാറ്റും പെയ്യുന്നു. കാറ്റ് വരുന്നുണ്ട്.
ഈ കുഞ്ഞു കുഞ്ഞു ഐസ് ഐ ലൈക്ക്. ഇതിൻ്റെ അരിമണിയല്ല, കൃഷ്ണമണി മിനി മിനി മിനിങ്ങനെയാണ്. ഞാൻ അവിടെ പൊട്ടിച്ചോളെ, ഇതൊരു പൊട്ടിച്ച് നോക്കിയതായിട്ട് ഉള്ളിൽ എങ്ങനെയാണെന്ന്. ഒരെണ്ണം നമുക്ക് എടുക്കാം. കണ്ടോ ഇതിൻ്റെ കണ്ണിൻ്റെ ഇതിങ്ങനെയാണ്. കണ്ടോ ഒരു കുഞ്ഞു കണ്ണേ. മൂന്നാമത്തെ ഏതോ കൃഷ്ണൻ കണ്ടോ. ഈ ഹിന്ദുക്കളുടെ ഇതിനാന്ന് തോന്നുന്നു, മറ്റേ 3 കണ്ണുള്ള ഒരാളില്ലേ, ആണെന്ന് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല കേട്ടോ. ദൈവങ്ങളുടെ ഇടയിലാന്ന് തോന്നുന്നു. തൃക്കണ്ണൻ അങ്ങനെയൊക്കെ വായിക്കും. എനിക്കെന്താ ചെയ്തത് പിടിയിട്ടില്ല. ഈടായിട്ട് കമന്റ്സ് ഒന്നും കാണുന്നില്ല. ഹലോ, നമ്മൾ മഴയൊക്കെ കഴിഞ്ഞ് ഇടിയും ഇടിയും കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പം ശരിക്കും മണി 5, 6 നോക്കട്ടെ, 18:54. അതായത് 7 മണിയാവുന്നു, അല്ലെങ്കിൽ 8 മണിയാവുന്നു, അല്ല 7 മണിയാവുന്നു. പറഞ്ഞത് 6:54. നല്ല ഇരുട്ടിയൊക്കെ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഭംഗിയില്ല കാണാനായിട്ട്, ഒരു ഇരുണ്ട മയമാണ്. നമുക്കപ്പം നമ്മുടെ ബാക്കി കലാപരിപാടിയിലേക്ക് കിടന്നാൽ ഞാൻ പോസ്റ്റ് സസൈലം നോക്കിയത് എന്തോ ഒരു തകർന്നു. ഞാൻ പിന്നെ ഒന്ന് കടയിലൊക്കെ പോയി നമ്മുടെ വൈറ്റ് ബോർഡ് ഓർഡർ ചെയ്ത സമയത്ത് അധികം ഇതായിരുന്നു കിട്ടിയത്. 1 ഫ്ലോപ്പായിരുന്നു. പക്ഷേ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മാറ്റുന്ന സാധനം യൂസ് ചെയ്യാം. ഞാൻ അതിന് പകരമായിട്ട് നല്ലൊരു മാർക്കർ മേടിച്ചു. ഉറപ്പ് കടപ്പ വന്നതേ ഉള്ളൂ. ഒരു മാർക്കർ മേടിച്ചു. ഇത് മായ്ക്ക് ഞാൻ ഓർമ്മ ഇതുകൊണ്ട് ഇത് യൂസ് ചെയ്തിരുന്നവർ അതുകൊണ്ട് മായ്ക്കണം. നെവർ. ഞാൻ എപ്പോൾ ഒരു മായ്ക്കുന്ന ടെസ്റ്റർ എടുത്തു. എനിക്കിത് ഇതിൻ്റെ കൂടെ ഞാൻ ഫിക്സ് ചെയ്യാം. ഇത് ഞാൻ എവിടെ വെക്കുന്നത്, അപ്പം നമുക്കിതിൻ്റെ ഓർഗനൈസർ അല്ലെങ്കിൽ ഓർഗനൈസർ ഉണ്ടാക്കിയിട്ട് ആ സൈഡിങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട്. അതിനിപ്പം ഐറ്റംസ് ഒന്നുമില്ല, കാർഡ്ബോർഡാണല്ലോ. നമുക്ക് കുറച്ച് ക്രാഫ്റ്റ് ഐഡിയാസ് ഒക്കെ ചെയ്യാം. ഇത് നമുക്ക് വർക്കാണോ അല്ല നോക്കാം. ഇതാട്ടോ നമ്മുടെ മാർക്കർ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ എഴുതി നോക്കാം എന്താകും എന്ന അവസ്ഥ നോക്കാൻ. എൻ്റെ മോനെ യെസ്, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സംഭവം ഇതേപോലെ തന്നെ ഈ മാർക്കർ പോലെ തന്നെ ആൾ വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇവിടെ നമ്മൾ നല്ല ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹായ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് പരിപാടികളുണ്ട്. മൈ ഗോഡ്, ദിസ് ഇസ് സ്റ്റിൽ ടാസ്ക്. ഇനി നമുക്ക് ഈ ഒരു ഡസ്റ്റർ കൊണ്ട് ഇത് മായ്ച്ച് നോക്കാം. വാവ്, വാട്ട് എ പെർഫെക്റ്റ്. സിമ്പിളായിട്ട് മാഞ്ഞു. ഇതിന് 25 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. ആ മാർക്കറിനും സെയിം 25 രൂപയേ ഉള്ളൂ. 50 സാധനം ഒതുങ്ങി. പിന്നെ ഞാൻ എൻ്റെ ഗ്ലൂ സ്റ്റിക്ക് തീർന്ന് പോയിരിക്കുന്നു ഗൈസ്. അപ്പം ഞാൻ കുറച്ച് ഗ്ലൂ സ്റ്റിക്സ് മേടിച്ചു. 4 ഗ്ലൂ സ്റ്റിക്ക് മേടിച്ചു. നമ്മളപ്പം ഈ ഡോർ ക്ലോസ് ചെയ്യുക. നമ്മൾ ഇവിടെയാണ് മെയിനായിട്ടൊരു വൈറ്റ് ബോർഡ് സ്റ്റിക്ക് ചെയ്തിരുന്നത്. കാണാൻ തോന്നുന്നു. ചെക്കിട്ടെ. ഓക്കെ, നിങ്ങൾക്ക് അത്യാവശ്യം ബെറ്റർ ആയിട്ട് കാണാം. ഞാൻ ഒന്ന് ഹൈറ്റ് സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, ഇവിടെയാണ് നമുക്ക് മെയിനായിട്ട് എഴുതി നോക്കുന്നത്. ഈ ഹൈറ്റ് ആയതുകൊണ്ട് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇവിടെ എന്ത് എഴുതുക? നമുക്ക് ചാനൽ നെയിം എഴുതാം. അല്ലേ വേണ്ട, കൺഫ്യൂസ്. റൂമിൽ എഴുതാം. ഓക്കെ, എന്താണെന്ന് റൂമിൽ പോകാനാണല്ലോ. അല്ലെങ്കിൽ എന്താ, ഇതിനാണ് ഞാൻ എന്തെങ്കിലും സ്റ്റഡി കാര്യത്തിനാണോ എഴുതാം. അപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ എന്തൊക്കെ എഴുതാം.
യെസ്, ഇത് ഭയങ്കര അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടോ. നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് സ്മൂത്ത് ആയിട്ടുണ്ട്. ഇതൊന്ന് വാങ്ങിച്ചോക്കാം. ഓ, ഇത്രയും അടിപൊളിയായിട്ടായിട്ട് നിങ്ങൾക്ക് വേറെ എവിടെ കിട്ടും? ഇവിടെ കിട്ടും. എവിടെ? മീഷോയിൽ കിട്ടും. പക്ഷെ ഇത് നിങ്ങൾ അടുത്തുള്ള കടയിൽ തന്നെ മേടിക്കുന്നത് നല്ലത്. അതും കൂടെ കിട്ടുന്ന മാർക്കും അത്ര പോകത്തല്ല. നമുക്കിത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ബെഡ് ഇത് ഭയങ്കര അലങ്കോലമാണ്. നമുക്കിത് പെട്ടെന്ന് പുറത്തേക്ക് ഇട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം യാതൊരു മാച്ചിങ് ഇല്ലാത്ത പില്ലോ കവറാണ് നമ്മുടെ ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ബെഡിൻ്റെ ഷീറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് എവിടുന്നാണ് മേടിച്ചത് എന്നോട് ചോദിക്കരുത്, എനിക്കറിയാൻ പാടില്ല. ഇത് കുറേ നാളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു കാര്യം. ബട്ട് ഞാൻ കാണുന്ന ഈ ആഴ്ച കണ്ടാണ് ഇങ്ങനെ ഒരു ബെഡ്ഷീറ്റ് ഇവിടെ ഉണ്ടായിരുന്നു തന്നെ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറേ പ്രിൻസുള്ള ബെഡ്ഷീറ്റാണ്. ഇനി നമുക്ക് മൊത്തത്തിൽ ഈ റൂം തന്നെ സെറ്റ് ചെയ്തെടുക്കണം. റൂമിൻ്റെ ഒരു ഏതാണ്ടൊക്കെ പോലെ കണ്ടോ, മൊത്തം പോസ്റ്റേഴ്സൊക്കെ ആണ് വാരി കഴിച്ച് മൊത്തം അലമ്പായി കിടക്കുകയാണ്. നമുക്ക് സമയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ താഴെ നിന്ന് അമ്മ വിളിക്കുന്നുണ്ട്. ഇനി ചെന്നില്ലെങ്കിൽ എൻ്റെ കാര്യം കോവിൻ്റെയാണ്. സോ നമുക്കിവിടെ പെട്ടെന്ന് തൂത്ത് കൊടുത്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നമ്മുടെ റൂം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഫ്ലോറൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് സെറ്റിലൊക്കെ വെച്ചേക്കാണതേ. നമ്മുടെ ഡെക്കറേഷൻ ഇനിയും കുറച്ചും കൂടി പരിപാടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതാട്ടോ എൻ്റെ ടേബിള്. ഞാനിത് വൈറ്റ് ആക്കി. കാണാൻ എന്തുമാത്രം ഭംഗിയുണ്ടോ ഇല്ലെന്നോ എനിക്കറിയത്തില്ല. ആ ഒരു കോർണറിലായിട്ട് ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ട് പുൽക്കൂടും വെച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് മൈൻ. ഞാൻ ഈ സ്റ്റാൻഡ് പൊക്കി പിടിച്ചിട്ട് നടക്കുന്നത്, കാരണം വേറെ ഐറ്റം നമ്മുടെ കയ്യിലില്ല. അപ്പം യു ലുക്ക് ദിസ്. റൂമിലേക്ക് ഫുൾ കഴിഞ്ഞു തോന്നുന്നു. ഏതാണ്ട് നന്നായിട്ട് വേർത്തിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ചൂടാണ്. ഏതാണ്ട് ഒരു ദിവസത്തെ കഷ്ടപ്പാട് ആണെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ റൂം മേക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്കിത് നിങ്ങൾക്ക് നോക്കും ഇത്രയും ചെറിയ കാര്യത്തിലാണോ അല്ലെങ്കിൽ ഇത്രയും വലിയ ബിൽഡപ്പ് ഒക്കെ ഇട്ടോന്ന് തോന്നും. ബട്ട് ഐ എം സ്റ്റിൽ ഹാപ്പി. എനിക്ക് ഭയങ്കര ഇതായിരുന്നു. നല്ല വൈറ്റ് ടേബിള്, ഇതുപോലെ തന്നെ ഫ്ലവേഴ്സും അല്ലെങ്കിൽ ലീവ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നത് എനിക്കൊരു വലിയ കാര്യമായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ എനിക്ക് എന്താ കാരണം ഒന്നും പറയാൻ കിട്ടുന്നില്ല, എന്തോ ഒരു മിസ്സിങ് പോലെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, സത്യം പറയുന്നതിൽ ഒന്നും പറയുന്നതിൽ എനിക്ക് പറയാനായിട്ട് എന്തോ ഒരു എനർജി ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ മടുത്തു. ഒന്ന് ഫ്രഷ് ആയാലേ ഒരു എനർജി ഒക്കെ വരത്തുള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരെ ബൈ.